പ്രോണ്ടോ ഇപ്പോൾ ലാഭത്തിലല്ല, വളർച്ചയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപനം, കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തൽ, കൂടുതൽ ഉപഭോക്താക്കളെ കൈവരിക്കൽ. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ദിശ. ഇതൊരു നെറ്റ്വർക്ക് ബേസ്ഡ് ബിസിനസ് ആണ്. കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോലി ചെയ്യാനെത്തും. അങ്ങനെയുള്ളൊരു പരസ്പര വളർച്ചയിലൂടെ മാത്രമാണ് ഇവർക്ക് വിജയം സാധ്യമാകുന്നത്. ഈ സംരംഭത്തിന്റെ കഥ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം, കച്ചവടം എന്നിവയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ക്വിക്ക് സർവീസ് എന്ന ആശയം വീട്ടുജോലികളിലേക്കും വ്യാപിപ്പിക്കുന്നു. സൗകര്യം ഇനി ഒരു ആഡംബരമല്ല, അതൊരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നു. ഈ വളർച്ചയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഇതേ മേഖലയിലെ മറ്റു കമ്പനികളുമായി താരതമ്യം ചെയ്യേണ്ടതാണ്. ഈ വിഭാഗത്തിൽ ഇതിനകം തന്നെ വളരെ ശക്തമായ സാന്നിധ്യമുള്ള അർബൻ കമ്പനി തന്റെ ഇൻസ്റ്റന്റ് സേവന വിഭാഗത്തിലൂടെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 50,000 ദിവസേന ബുക്കിംഗുകൾ കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം സ്നാബിറ്റ് പോലെയുള്ള പുതിയ കമ്പനികൾ മാസത്തിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വേഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പ്രോണ്ടോയുടെ 18,000 ദിവസേന ബുക്കിംഗുകൾ എന്നത് ചെറിയ സംഖ്യയല്ല, മറിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാറ്റഗറി ഫിറ്റ് കണ്ടെത്തി സ്കെയിൽ ചെയ്തൊരു കമ്പനി എന്ന നിലയിൽ അതിന്റെ സ്ഥാനം വ്യക്തമാക്കുന്നതാണ്.